ഹലോ മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ EVSലെ ആസ് ടോൺ ആസ് വിൻഡ് കല്ലായി കാറ്റായി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചൊരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതായത് നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ പല അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആയിരുന്നു മക്കളെ? ഏതൊക്കെ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? സാധാരണയായിട്ട് 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ സോളിഡ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരം. ദെൻ സെക്കൻഡ് വൺ ആയിരുന്നു നമ്മുടെ വാട്ടർ ഒക്കെ എന്തിലാണ് വരുന്നത്? ലിക്വിഡ്, ദ്രാവകം. ദെൻ ലാസ്റ്റ് വൺ ഗ്യാസ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീരാവി, എയർ, വാട്ടർ വേപ്പർ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഗ്യാസിൽ വരുന്നതാണ് വാതകം. ഇങ്ങനെ 3 അവസ്ഥയിലാണ് സാധാരണയായിട്ട് കാണുന്നത്. 4മതൊരു അവസ്ഥയുണ്ട്, അത് ജസ്റ്റ് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതാണ് പ്ലാസ്മ. പ്ലാസ്മ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഫയർ, ലൈറ്റ്നിങ്, ഇടിമിന്നൽ. ഇതെല്ലാം വരുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ സ്റ്റേറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കുറച്ച് വസ്തുക്കൾ തന്നു കഴിഞ്ഞാൽ ആ വസ്തുക്കളുടെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സോളിഡ് ആണോ, അത് ലിക്വിഡ് ആണോ, അതോ ഗ്യാസ് ആണോ എന്ന്. അപ്പോൾ സോളിഡ് നോക്കിക്കഴിഞ്ഞാൽ ഖരാവസ്തുവിൽ അല്ലെങ്കിൽ ഖരത്തിൻ്റെ അവസ്ഥയിലുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും കാണിക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഹാവ് വെയിറ്റ്. അവർക്ക് എന്തുണ്ടായിരിക്കും? ഭാരമുണ്ടായിരിക്കും. ഭാരമുണ്ട്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അവർക്ക് കൃത്യമായ ഒരു ആകൃതി ഉണ്ടായിരിക്കും. അപ്പോൾ നിശ്ചിതമായ ആകൃതിയുണ്ട്. ആകൃതി ഉണ്ടെങ്കിൽ അവരാരായിരിക്കും? സോളിഡ്സ് അല്ലെങ്കിൽ ഖരമായിരിക്കും. ഇനി ഡു നോട്ട് ഫ്ലോ. അവർ ഒഴുകുന്നില്ല. ഒഴുകുന്നില്ല. ഒഴുകുന്നില്ലെങ്കിൽ അവരാരായിരിക്കും? സോളിഡ്സ് ആയിരിക്കും. സോ സോളിഡ്സിൽ വരുന്ന, ഖരത്തിൽ വരുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് മക്കളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ, വുഡൻ പീസ്, മരക്കഷ്ണം, പെൻ, ടേബിൾ, ഐസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ സോളിഡ്സ് ആണ്, ഖരാവസ്ഥയിൽ വരുന്ന ആളുകളാണ്. സോ സോളിഡ്സിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. ഹാവ് വെയിറ്റ്, ഭാരമുണ്ട്. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, നിശ്ചിതമായ ആകൃതി ഉണ്ട് അല്ലേ. ഇപ്പൊ നമ്മുടെ കല്ലും മരക്കഷ്ണം, പെൻ, ടേബിൾ, ഡെസ്ക്, ഡോർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, ഒരു ആകൃതി ഉണ്ടായിരിക്കും. ദെൻ ഡു നോട്ട് ഫ്ലോ. കല്ല് ഒഴുകോ? ഇല്ല. ഈ പെന്ന് മിസ്സിന് കയ്യിൽ വെച്ചത് ഇങ്ങനെ ഒഴുകി പോവോ? ഇല്ല. ഇനി അതേപോലെ തന്നെ നമ്മുടെ ടേബിൾ ആയാലും ഐസ് ആയി കഴിഞ്ഞാൽ മെൽട്ടായിട്ട് വാട്ടർ ആയിട്ടാണ് മാറുന്നത്. സോ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിക്വിഡ് ആണ് അല്ലേ. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ലിക്വിഡ്സ്, അല്ലെങ്കിൽ എന്ത് പറയും മലയാളത്തിൽ? ദ്രാവകങ്ങൾ എന്ന് പറയുന്നു. ദ്രാവകങ്ങൾ. അപ്പൊ ദ്രാവകങ്ങൾ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അവർക്ക് കൃത്യമായ ആകൃതി ഇല്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അവർക്ക് എന്തില്ല? ആകൃതി ഇല്ല. പക്ഷെ സോളിഡ്സിന് എന്തുണ്ടായിരുന്നു? കൃത്യമായ ആകൃതി ഉണ്ട് അല്ലേ. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് എന്നാണ് നമ്മൾ സോളിഡ്സിൽ പഠിച്ചത്. ഇനി ഹാസ് വെയിറ്റ്. നമ്മുടെ സോളിഡ്സ് പോലെ തന്നെ ഇവർക്കും എന്തുണ്ട്? ഭാരമുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ക്യാൻ ഫ്ലോ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴുകാൻ പറ്റുന്നു. ഒഴുകാൻ സാധിക്കുന്നു. ഇതിന് എക്സാമ്പിൾസ് ആണ്. ലിക്വിഡ് ഒഴുകാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് ഉണ്ടായിരിക്കും, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല, ആകൃതി ഇല്ല. അതിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ വാട്ടർ, പെട്രോൾ, ഓയിൽ, ഡീസൽ, മിൽക്ക്, കെറോസിൻ, മണ്ണെണ്ണ. ഇങ്ങനെ ഒഴുകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആരായിരിക്കും? നമ്മുടെ ലിക്വിഡ്സിൽ വരുന്ന ആൾക്കാരാണ് ദ്രാവകം. സോ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് വെയിറ്റ് ആൻഡ് ക്യാൻ ഫ്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ഗ്യാസസ്. അപ്പൊ ഗ്യാസസിന്റെ പ്രോപ്പർട്ടി, ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകം. വാതകത്തിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ
അവരിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗ്യാസസ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അവർക്ക് കൃത്യമായ ആകൃതിയില്ല. ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, അവർക്ക് ആകൃതിയില്ല. ലൈക്ക് ലിക്വിഡ്സിന് ആകൃതി ഉണ്ടോ? വെള്ളം ഏത് കുപ്പിയിലാണോ നമ്മൾ നിറയ്ക്കുന്നത് ആ ഒരു കുപ്പിയുടെ ആകൃതിയാണ് വെള്ളത്തിനുള്ളത്, അല്ലാതെ വെള്ളത്തിന് കൃത്യമായ ആകൃതിയില്ല. അപ്പൊ അതേപോലെ തന്നെ ഗ്യാസിനും ആകൃതിയില്ല. ഗ്യാസസ് ക്യാൻ സ്പ്രെഡ്. അവർക്ക് വ്യാപിക്കാൻ പറ്റുന്നു, വ്യാപിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദൂരെ നിന്നൊരു പഴം പഴുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ദൂരെ അടുക്കളയിൽ നിന്ന് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്, നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ആ സ്മെല്ല് കിട്ടാറുണ്ട്. അതെങ്ങനെയാണ്? ഈ പറയുന്ന ബിരിയാണിയുടെ മണം എയറുമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു, വ്യാപിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഗ്യാസസ് ഓക്യുപ്പൈ സ്പേസ്. അവർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഈ ഒരു പ്രോപ്പർട്ടി സോളിഡ്സിനും ലിക്വിഡ്സിനും ഗ്യാസിനും ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇത് സോളിഡ്സിന് ഉണ്ടായിരിക്കും, ലിക്വിഡ്സിന് കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ ഗ്യാസസ് എല്ലാവർക്കും സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? സ്ഥലം ആവശ്യമാണ്. ഓൾ ഒബ്ജക്റ്റ് ഓക്യുപ്പൈ സ്പേസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആൻഡ് ഗ്യാസസ് ഹാവ് പവർ. അവർക്ക് എന്തുണ്ട്? പവർ ഉണ്ട് അല്ലേ? അതായത് അവർക്ക് ശക്തിയുണ്ട്. ഇത്രയും പോയിന്റ്സ് ആയിരുന്നു നമ്മൾ ഗ്യാസസിന് പഠിച്ചിട്ടുള്ളത്. സോ ഓരോ വസ്തുക്കളും അതിൻ്റെ പ്രോപ്പർട്ടീസും മക്കൾക്ക് എക്സാമിന് ചോദിക്കും, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണെങ്കിൽ എക്സാമ്പിളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വാട്ടർ വേപ്പർ, നീരാവി, ദെൻ എയർ, വായു. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഗ്യാസിൽ വരുന്നതാണ്, നമ്മുടെ വാതകങ്ങളിൽ വരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇതെന്തായാലും മക്കൾ എക്സാമിന് പഠിക്കണം. ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാതെ ഒരിക്കലും എക്സാം മുകളിലോട്ട് പോകരുത്. ഓക്കെ, സോ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് ഫുൾ സെറ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.